നിങ്ങളുടെ സ്കിന്ന് നിങ്ങളോട് താങ്ക് യു ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവരുടെ സ്കിൻ അവരോട് ഡെഫിനറ്റ്ലി താങ്ക് യു പറയും. ഹലോ, വെൽക്കം ബാക്ക് ടു മുക്കുത്തി വ്ലോഗ്സ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രൊഡക്റ്റ്, ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ തീർക്കും എങ്ങനെ മനസ്സിലായി, എലക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ടാണ്, നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ എന്തായാലും മൈക്ക് അടുത്ത് വെച്ച് സംസാരിക്കാം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പേഴ്സണലി എനിക്ക് ഒരു ബ്രാൻഡും പ്രൊമോഷൻ തരാൻ തക്കവണ്ണം ഫോളോവേഴ്സ് എനിക്കില്ല. അതുപോലെ തന്നെ എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ഉള്ള ഫോളോവേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇല്ല. സോ എനിക്ക് ഒരു ബ്രാൻഡും പ്രൊമോഷൻ തരത്തില്ല. ഞാൻ സ്വന്തമായി കാശ് മുടക്കി വാങ്ങിച്ചതിന് ശേഷം ഇടുന്ന പ്രൊമോഷൻ വീഡിയോ ആണ്. അപ് ടു മീ, എൻ്റെ സ്കിൻ ടോണും എൻ്റെ സ്കിൻ ടെക്സ്ചറും ഒക്കെ വെച്ചിട്ട് എനിക്ക് യൂസ് ആവുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഗൈസ്, നമ്മൾ ഒരിക്കലും ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ആയിരിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് കളർ കുറഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ, നിങ്ങളുടെ സ്കിൻ അടിപൊളിയാണ്, നിങ്ങളുടെ കളർ അടിപൊളിയാണ്, അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കിന്നിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സേ കൊടുക്കാവുള്ളൂ. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ബോഡി പാർട്സ് നോക്കാറില്ലേ, അതായത് എന്താ പറയുക, നമ്മുടെ കണ്ണ് നമ്മൾ കെയർ ചെയ്യാറുണ്ട്, ഒന്നും പറ്റില്ല, കണ്ണൊന്നും പറ്റില്ല, മുടി അതുപോലെ എന്താ, നമ്മളുടെ നെയിൽസ്, നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ഓർഗൻസും നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ കെയർ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് സ്കിന്നിന് നമ്മൾ കൊടുക്കേണ്ട കെയർ. കാരണം സ്കിന്ന് പെട്ടെന്ന് സെൻസിറ്റീവാണ്. അപ്പോൾ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെക്കാളും കൂടുതൽ നമ്മൾ അതിനകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഞാൻ പലരുടെയും വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഈ വെളുത്തിട്ട് പാറുന്ന കുറേ ക്രീംസും സെറംസും ഒക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ വെറും ടെമ്പററി ആയിട്ടുള്ളൊരു റിസൾട്ട്സ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. വൺസ് അത് നമ്മൾ നിർത്തി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ സ്കിന്ന് പഴയതുപോലെ ആവും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് സ്കിന്നിൻ്റെ ബ്രൈറ്റനിങ് ആക്കുന്നതിനേക്കാളും സ്കിന്നിൻ്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ്, സ്കിന്നിന് നമ്മൾ ഹാപ്പി ആക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പുതിയതായിട്ടൊരു കാര്യം എൻ്റെ ഫേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആകാറുണ്ട്, പ്രത്യേകിച്ച് ആക്റ്റീവ്സ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് എൻ്റെ സ്കിന്നിനൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറേ നാളായിട്ട് തപ്പി നടക്കുക. കാരണം അത്ര അടിപൊളിയാണ്. നമ്മൾ ഈ തലയിൽ ഓയിൽ തേക്കില്ലേ, അതായത് കുറേ ഭയങ്കര ഇച്ചിരി തലവേദന ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ തേക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കാൽപ്പ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ തേക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ആ ഓയിൽ ഇറങ്ങണ ഒരു ഫീലില്ലേ, എനിക്കറിയില്ല എത്ര പേർക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടെന്ന്, എനിക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. കാരണം ഇത് ജസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് ഇതങ്ങ് ഇറങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നും. വേറെ ഒരു പ്രൊഡക്റ്റും അല്ല, ഇത് നമ്മുടെ ഹൈഫൻ്റെ പ്രൊഡക്റ്റാണ്, പ്രൊമോഷൻ അല്ല. ഇതിൻ്റെ അടിയിൽ പ്രൊമോഷൻ എന്നും പറഞ്ഞുകൊണ്ട് വരരുത്, എനിക്ക് അതിന് മാത്രം ഫോളോവേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് പ്രൊമോഷൻ അല്ല, ഇത് ഹൈഫൻ്റെ ഹൈഡ്രേറ്റിംഗ് സെറമൈഡ് ടോണർ എസൻസ് ആണ്. ഇതിനകത്ത് ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം ഇതിനകത്ത് സെറമൈഡ് ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിന് മുമ്പ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടോണർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതേ സെയിം ടെക്സ്ചറുള്ള. കാരണം ഇതും തമ്മിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു ആ മിൽക്കിൻ്റെ കട്ടി കുറവായിരുന്നു. പക്ഷെ ഇതിൻ്റെ ആ ഒരു മിൽക്കി ടെക്സ്ചറിന് കട്ടി ഇച്ചിരി കൂടുതലാണ്, അതാണ് വ്യത്യാസമുള്ളത്. പിന്നെ അതിൻ്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രാൻഡ് ലനേജിൻ്റെ ആയിരുന്നു, ലനേജിൻ്റെ മിൽക്ക് ടോണർ ആയിരുന്നു. പക്ഷെ അത് വർക്ക് ചെയ്തു, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതും ഇത് ഈസിലി അബ്സോർബ് ആവും നമ്മളുടെ സ്കിന്നിൽ. അതായത് നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മുടെ സ്കിന്നെ അബ്സോർബ് ചെയ്യണത് ഭയങ്കരമായിട്ട്. നമുക്കിപ്പോൾ ഒരു എന്താ പറയണ്ടത്, നല്ല അടിപൊളി ഫീലിംഗ്. ഞാൻ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ടോണേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടും കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലനേജിന് എനിക്ക് തോന്നുന്നു ഒരു 1000+. ഇത് ബിലോ 500 ആണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് റേറ്റ് ഓർമ്മയില്ല, നൈക്കെന്ന് വാങ്ങിയത്. അപ്പോൾ ഇത്
ഇത് ബിലോ 500 ആണ്, എന്നാൽ അത് തരുന്നതിനേക്കാളും ഒരു കുറച്ചുകൂടെ ക്വാളിറ്റി ഇത് തരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഞാൻ പറയില്ല, കാരണം ഓൾറെഡി അവരുടെ സ്കിന്ന് ഓയിൽ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പൊ അതിന്റെ പുറത്തോട്ട് നമ്മൾ ഇതുകൂടി ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഓയിലി ആയിട്ട് തോന്നും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ആക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ സെറമൈഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ ഗൈസ്, ഇതിലൊരു കാര്യം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഹൈഡ്രേറ്റിംഗ് സ്കിൻ ഡ്രിങ്ക് എന്ന്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. കാരണം ഇതൊരു സ്കിൻ ഡ്രിങ്ക് എന്ന് തന്നെ പറയാം. നമ്മളുടെ സ്കിന്നിന് നമുക്ക് നല്ലത് കൊടുക്കുമ്പോഴാണ് നല്ല റിസൾട്ട് വരിക. അല്ലെങ്കിൽ ഒരു ഈ കളേഴ്സ് നോക്കി നമ്മൾ ബ്രാൻഡ് ചൂസ് ചെയ്യുക. അതായത് ബ്രൈറ്റൻ നോക്കിയിട്ട് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലതും യൂസ് ചെയ്യുന്നത് അതിന്റെ യൂസേജ് കഴിയുമ്പോഴത്തേക്കും മാറും. അത് ഓർഗാനിക്കലി സംഭവിക്കണം. നമ്മൾ നല്ലത് കൊടുത്ത് അത് ഓർഗാനിക്കലി നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറും ടോണും എല്ലാം മാറി വരണം. അതാണ് എന്താ നല്ലത്. അപ്പൊ സ്കിൻ ടൈപ്പാണ് നോർമൽ ടു ഡ്രൈ ടു നോർമൽ, അല്ലെങ്കിൽ ഡ്രൈ ടു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു വരിക. പിന്നെ എനിക്ക് എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കാണുന്നവർക്ക് എനിക്ക് PCOS എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളത് കാരണം എനിക്കെൻ്റെ നെക്കും ഫേസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കൈയും എല്ലാം തമ്മിൽ പിഗ്മെന്റേഷൻ എനിക്ക് അവിടെ ഇവിടെയൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പൊതുവെ എല്ലാ ബ്രാൻഡ്സും പിടിക്കത്തില്ല. അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമന്റ് ഇടുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് പറഞ്ഞ് കമന്റ് ഇടുക. അപ്പോൾ എൻ്റെ സ്കിന്ന് ഓയിലി ആണ്, ഞാനിത് യൂസ് ചെയ്തു, എനിക്കിത് വർക്കായില്ല, വർക്കായി, അങ്ങനെ ഇടാം. അങ്ങനെ ഇടുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന ബാക്കിയുള്ളവർക്ക് അത് ഗുണമായിരിക്കും. പിന്നെ ഗൈസ്, ഇത് നമുക്ക് ഒന്ന് റേറ്റ് ചെയ്യാം. നമുക്ക് ഈ പ്രോഡക്റ്റിനെ ഒന്ന് റേറ്റ് ചെയ്യാം. റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിനൊരു 9 ഔട്ട് ഓഫ് 10 കൊടുക്കും. 10 കൊടുക്കാം, പക്ഷെ എല്ലാ പ്രോഡക്റ്റും 100% പെർഫെക്റ്റ് ആണ്. നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് 100% പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ പറഞ്ഞില്ലേ, പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവർക്ക് ചിലപ്പോൾ ഇത് വർക്ക് ആവില്ല. സോ നമുക്കിത് 9 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് സൂപ്പർ ഡൂപ്പറാണ്. യൂസ് ചെയ്തിട്ട് കമന്റിൽ പറയണം. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇതാവും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കും ബൈ. ദിസ് ഇസ് മുക്കുത്തി വ്ലോഗ്സ്. ടാറ്റാ, ബൈ.